കോഴിക്കോട് ഡിസിസിയിൽ പൊട്ടിത്തെറി. ഡിസിസി ജനറൽ സെക്രട്ടറി നിജേഷ് അരവിന്ദ് രാജിവെച്ചു. സീറ്റ് നിഷേധിച്ചതിന് പിന്നാലെയാണ് രാജി. രാജിക്കത്ത് കെപിസിസിക്ക് കൈമാറി. വിവരങ്ങളുമായി ലതീഷ് കൂടി ചേരുകയാണ്. ലതീഷ്, വീണ്ടും ഇതാ കെപിസിസിയിൽ ഒരു പൊട്ടിത്തെറിയിലേക്ക് പോവുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? സിന്ധൂരി, തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി വേണ്ട തരത്തിൽ തന്നെ പരിഗണിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിജേഷ് അരവിന്ദ് ഡിസിസി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നിപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. ഇന്നലെയാണ് അദ്ദേഹം രാജിക്കത്ത് കെപിസിസിക്ക് കൈമാറിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എലത്തൂർ മണ്ഡലത്തിലേക്ക് നിജേഷ് അരവിന്ദിനെ പരിഗണിച്ചിരുന്നെങ്കിലും അവസാനം വെട്ടുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്തും നിജേഷിന് യാതൊരു ചുമതലയും കെപിസിസിയോ അല്ലെങ്കിൽ ഡിസിസി ഇടപെട്ടോ നൽകാനും തയ്യാറായില്ല. ഇതിനെ തുടർന്നാണ് അദ്ദേഹം ഇതിന്റെ അമർഷം അദ്ദേഹം ആ ഘട്ടത്തിൽ തന്നെ കെപിസിസി നേതൃത്വത്തെ അറിയിച്ചിരുന്നു. എന്നാൽ തുടർന്നും ആ തരത്തിലുള്ള യാതൊരു പരിഗണനയും നൽകിയിരുന്നില്ല. മറ്റു ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെല്ലാം വിവിധ മണ്ഡലങ്ങളുടെ ചുമതലയൊക്കെ വീതിച്ചു നൽകിയപ്പോഴും നിജേഷിനെ ആ നിലയിൽ പരിഗണിക്കാൻ ഡിസിസി നേതൃത്വം തയ്യാറായിരുന്നില്ല. ചാനൽ ചർച്ചകളിലെല്ലാം കോൺഗ്രസിന്റെ പ്രതിനിധിയായി സജീവമായി പങ്കെടുക്കാറുള്ള നിജേഷ് അരവിന്ദ് ഇതിൽ വലിയ വിഷമത്തിലായിരുന്നു. സീറ്റ് നിഷേധിച്ചതിന് പുറമെയാണ് ഇത്തരത്തിൽ പദവികളൊന്നും നൽകാതെ അല്ലെങ്കിൽ ചുമതലകളൊന്നും നൽകാതെ തന്നെ മാറ്റി നിർത്തിയത് എന്ന കാര്യം അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഡിസിസി ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും രാജിവെച്ചിരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എലത്തൂർ മണ്ഡലത്തിൽ പരിഗണിച്ചു. ആദ്യഘട്ടത്തിൽ പരിഗണിച്ചെങ്കിലും സീറ്റ് നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിൽ സീറ്റിനും പദവിക്കും വേണ്ടി മരണം വരെയും ഒരാളുടെയും പെട്ടിപിടിക്കില്ല, ഇവിടെ തന്നെ സജീവമായി കോൺഗ്രസുകാരനായി ഉണ്ടാകും എന്നുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം ആ ഘട്ടത്തിൽ പങ്കുവച്ചിരുന്നു. എന്തായാലും ഡിസിസി നേതൃത്വവുമായും അതേപോലെ തന്നെ കെപിസിസി ഇടപെട്ട് ഏതെങ്കിലും തരത്തിൽ പ്രശ്നം പരിഹരിക്കാനുള്ള സാധ്യത പോലും ആരായാത്ത ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഡിസിസി ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും നിജേഷ് അരവിന്ദ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. സിന്ധൂരി. യെസ്, ലതീഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കോഴിക്കോട് ഡിസിസിയിൽ തുടർന്ന പൊട്ടിത്തെറിയിൽ ഇപ്പോൾ വീണ്ടും പ്രതിസന്ധിയിലായിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. ഡിസിസി ജനറൽ സെക്രട്ടറി നിജേഷ് അരവിന്ദ് രാജിവെക്കുമ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ്. സീറ്റ് നിഷേധിച്ചത് മാത്രമല്ല, അവിടെ ഒരു കൃത്യമായ സ്ഥാനം ലഭിച്ചില്ല എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ഈ രാജിക്കത്ത് കെപിസിസിക്ക് കൈമാറിയിരിക്കുന്നത്.